നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഓരോ കൊലപാതക വാർത്തകൾ ഈ വർഷം പിറന്നതിന് ശേഷം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഈ പോക്ക് എങ്ങോട്ടാണ്, അല്ലെങ്കിൽ കേരളം നശിച്ചു തുടങ്ങി എന്നുള്ള പഴിചാരലുകളാണ് നമുക്ക് പല സൈഡിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു മാനസിക നിലയിലേക്ക് നമ്മുടെ കേരളം അല്ലെങ്കിൽ നമ്മുടെ യുവതലമുറ പോയത് എന്നുള്ളതിന് ഇപ്പോഴും ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ പലതായി നടക്കുന്നുണ്ട്. ഏതായാലും വലിയ ക്രൂരമായിട്ടുള്ള കൊലപാതക വാർത്തകൾ കേട്ട് മലയാളികളുടെ മനസ്സ് മരവിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇന്ന് നടക്കുന്ന പല കൊലപാതകങ്ങളിലും സംശയവും അവിഹിതവും അതും ഒരു കാരണമായി എടുത്ത് കാണിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ഏറ്റവും ഒടുവിലായിട്ട് വണ്ടാഴി സ്വദേശിയായിട്ടുള്ള കൃഷ്ണകുമാർ ആത്മഹത്യയ്ക്കും ഭാര്യയെ കൊലപ്പെടുത്താനും ഉപയോഗിച്ചത് 12 mm ബോർ വലിപ്പത്തിലുള്ള തോക്കിന്റെ ഉറവിടം കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് പുരോഗമിക്കുമ്പോൾ എങ്ങനെയാണ് ഇത്രയും കാലം സ്വന്തം ഭാര്യയെ, ഒരുമിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ഭാര്യയെ ഒരു സംശയത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ അത് ഉറപ്പിക്കാതെ പെട്ടെന്നുള്ളൊരു പ്രകോപനത്തിന്റെ പുറത്ത് കൊല്ലാനായിട്ട് സാധിച്ചത് എന്നുള്ളതുകൂടി പോലീസ് അന്വേഷിക്കുകയാണ്, അല്ലെങ്കിൽ അതുകൂടി ചർച്ചയാവുകയാണ്. നാടൻ നിർമ്മിത തോക്കാണ് കൃഷ്ണകുമാർ ഭാര്യയെ കൊലപ്പെടുത്താനും സ്വയം ആത്മഹത്യക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രാദേശികമായി വ്യാജമായി നിർമ്മിച്ചതാണ് തോക്കെന്നാണ് നിഗമനം. 2.5 mm തിര ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തോക്ക് കോയമ്പത്തൂരിൽ നിന്നോ ബാംഗ്ലൂരിൽ നിന്നോ വാങ്ങിയതാണെന്നാണ് നിഗമനം. സിനിമ സ്റ്റൈൽ തോക്കാണ് ഇത്. സാധാരണ തോക്കിനേക്കാൾ നീളം കുറവാണിതിന്. അതായത് കൊലപ്പെടുത്താനായിട്ട് കൃത്യമായി പ്ലാനിങ് ഇതിനു മുൻപേ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള തോക്ക് സംഘടിപ്പിച്ചതും. മടക്കി ചെറിയ ബാഗിനുള്ളിലാക്കി കൊണ്ടുപോകാനും കഴിയും. ഭാര്യയ്ക്ക് കോയമ്പത്തൂരിൽ ഡോക്ടറായ ഒരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തിലാണ് കൊലപാതകമെന്നാണ് പോലീസിന്റെ നിഗമനം. തോക്കിന്റെ വിശദ പരിശോധനയ്ക്കായി AR ക്യാമ്പിലെ ആംസ് വിഭാഗത്തിന് മംഗല ഡാം പോലീസ് കത്ത് നൽകിയിട്ടുണ്ട്. കൃഷ്ണകുമാർ വെടിയുതിർത്തപ്പോഴുണ്ടായ ശക്തിയിൽ തെറിച്ചു പോയ തോക്ക് മൃതദേഹത്തിൽ നിന്ന് 10 മീറ്ററോളം മാറിയാണ് കണ്ടെത്തിയിരിക്കുന്നത്. 20 ഇഞ്ചോളം നീളമുള്ള തോക്കിന് ലൈസൻസ് ഇല്ല. ചില ഭാഗങ്ങൾ തുരുമ്പിച്ച നിലയിലാണ്. അതുകൊണ്ട് ഏറെ പഴക്കമുള്ളതായാണ് കരുതുന്നത്. എയർഗണ്ണിനോട് സമാനമായി തോന്നുമെങ്കിലും എയർഗണ്ണിൽ ഉപയോഗിക്കുന്നത് പോലുള്ള ചെറിയ ബോളുകൾക്ക് പകരം മരുന്നു ബെയറിംഗ് ബോളുകളും അടങ്ങിയ പെൻസിൽ ബാറ്ററിയുടെ രൂപത്തിലുള്ള തിരകളാണ് ഉപയോഗിച്ചത്. കൃഷ്ണകുമാർ സഞ്ചരിച്ച കാറിൽ നിന്ന് 3 തിരയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വെടിയുതിർക്കുമ്പോൾ തിര ശരീരത്തിൽ തുളഞ്ഞു കയറുന്നതിനൊപ്പം ബെയറിംഗ് ബോളുകൾ ശരീരത്തിനുള്ളിൽ ചിതറുകയാണ് ചെയ്യുന്നതെന്നും പോലീസ് പറഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിൽ കൃഷ്ണകുമാറിന്റെ ശരീരത്തിൽ നിന്ന് ബെയറിംഗ് ബോളുകൾ കണ്ടെത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ച കോയമ്പത്തൂരിൽ പോയി ഭാര്യയെയും മക്കളെയും കണ്ട ശേഷം തിങ്കളാഴ്ചയാണ് കൃഷ്ണകുമാർ മടങ്ങാറുള്ളത്. അടുത്തിടെ ഭാര്യയുമായി ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ വെള്ളിയാഴ്ച കോയമ്പത്തൂരിലേക്ക് പോയിരുന്നില്ല. തിങ്കളാഴ്ച രാവിലെ കൃഷ്ണകുമാർ വീടിന്റെ ഗേറ്റിന് സമീപം വെടിവെച്ച് മരിച്ചതോടെയാണ് സംഭവം നാടറിയുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം വന്നതാണെന്ന് അറിഞ്ഞത്. കൃഷ്ണകുമാറിന്റെ മാതാപിതാക്കൾ ഉടൻ മംഗല ഡാം പോലീസിൽ അറിയിക്കുകയായിരുന്നു. ദീർഘകാലം വിദേശത്തായിരുന്ന കൃഷ്ണകുമാർ കോവിഡ് കാലത്ത് നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം വീട്ടിൽ കൃഷിപ്പണികളുമായി കഴിയുകയായിരുന്നു. കൃഷ്ണകുമാറിന്റെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. സംഗീതയുടെ മൃതദേഹം സുലൂർ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ചൊവ്വാഴ്ച പോസ്റ്റ്മോർട്ടം ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. സംഗീതയെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് കൃഷ്ണകുമാർ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊലവിളി നടത്തിയിരുന്നതായും തമിഴ്നാട് പോലീസ് പറയുന്നു. സംഗീതയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന് ആരോപിച്ചായിരുന്നു കൊലവിളി. ഭാര്യയുമായുള്ള ബന്ധം തനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലെന്ന് അടുത്ത സുഹൃത്തുക്കളോടും കൃഷ്ണകുമാർ പറഞ്ഞിരുന്നതായും പോലീസ് അറിയിച്ചു. പട്ടണം പുതൂരിലെ സുലൂരിലായിരുന്നു കൃഷ്ണകുമാരും സംഗീതയും പെൺമക്കളും താമസിച്ചിരുന്നത്. പിതാവ് സുന്ദരൻ അസുഖബാധിതനായതോടെയാണ് വണ്ടാഴയിലെ കുടുംബ വീട്ടിലേക്ക് കൃഷ്ണകുമാർ താമസം മാറ്റിയത്. സിംഗപ്പൂരിലും മലേഷ്യയിലും ജോലി ചെയ്തിരുന്ന കൃഷ്ണകുമാർ പ്രണയിച്ചാണ് കോയമ്പത്തൂർ സ്വദേശിനിയായ സംഗീതയെ വിവാഹം കഴിച്ചത്. നായിഡു വിഭാഗക്കാരിയായ സംഗീത ഇടയ്ക്കെല്ലാം പാലക്കാട് വണ്ടാഴിയിലുള്ള കൃഷ്ണകുമാറിന്റെ വീട്ടിൽ വന്നിരുന്നു. കഴിഞ്ഞ ഓണാവധിക്ക് വണ്ടാഴിയിലെ വീട്ടിലെത്തിയ സംഗീതയും പെൺമക്കളും വീട്ടിലെ ഓണാഘോഷത്തിലും പങ്കെടുത്തിരുന്നു. കുടുംബ ബന്ധത്തിൽ വിള്ളലുണ്ടായതോടെ ഡിവോഴ്സിന് നീക്കം കൃഷ്ണകുമാർ നടത്തിയിരുന്നു. ഇതിനിടെയാണ് കൊലയും ആത്മഹത്യയും. പുലർച്ചെ വണ്ടാഴിയിൽ നിന്നും സുലൂരിലെത്തിയ കൃഷ്ണകുമാർ പെൺമക്കൾ സ്കൂളിലേക്ക് പോകാനായി കാത്തുനിന്ന ശേഷമാണ് കൊലപാതകം നടത്തിയത്. സംഗീതയെ വകവരുത്തിയ ശേഷം കാറിൽ വണ്ടാഴിയിലേക്ക് മടങ്ങിയ കൃഷ്ണകുമാർ താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്നും അടുത്ത ബന്ധുവിനോട് ഫോണിൽ അറിയിച്ചിരുന്നു. വീട്ടിലെത്തി കാറിൽ നിന്നിറങ്ങിയ ഉടൻ തന്നെ കൃഷ്ണകുമാർ ഗൺ ഉപയോഗിച്ച് സ്വയം വെടിവെച്ച് മരിക്കുകയും ചെയ്തു. 5 ദിവസമായി വണ്ടാഴിയിലെ വീട്ടിലുണ്ടായിരുന്ന കൃഷ്ണകുമാർ തിങ്കളാഴ്ച പുലർച്ചെ 4 കാറിൽ കോയമ്പത്തൂരിലേക്ക് പോയത്. കുട്ടികളുടെ പാസ്പോർട്ട് ആവശ്യത്തിനായി പോവുകയാണെന്ന് തന്നോട് പറഞ്ഞതെന്നും അച്ഛൻ സുന്ദരൻ പറഞ്ഞു.
പറഞ്ഞു. ഭാര്യയെ കൊന്നെന്നും താനും മരിക്കാൻ പോവുകയാണെന്നും ഇയാൾ സുഹൃത്തുക്കളോട് വിളിച്ചു പറഞ്ഞതായി പോലീസ് പറഞ്ഞു. തിങ്കളാഴ്ച രാവിലെ 7 മണിയോടെയാണ് കോയമ്പത്തൂർ പട്ടണം പുതൂരിൽ കൃഷ്ണകുമാർ എത്തിയത്. കൊലപാതകം ആസൂത്രണം ചെയ്ത് തോക്കുമായി കാറിലെത്തിയ ശേഷം 2 മക്കളും സ്കൂളിൽ പോകുന്നത് വരെ വീടിന് പുറത്ത് കാറിൽ കാത്തിരുന്നതായി കോയമ്പത്തൂർ സുളൂർ പോലീസ് പറഞ്ഞു. കുട്ടികൾ പോയതോടെ വീട്ടിൽ കയറി പിന്നീട് സംഗീതമായി വഴക്കുണ്ടാവുകയും ഇതിനിടെ തോക്കുകൊണ്ട് നെഞ്ചിൽ വെടിവെക്കുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. വീട്ടിൽ കയറി 10 മിനിറ്റിനകം കൃഷ്ണകുമാർ കാറിൽ മടങ്ങിയതായി സമീപത്തെ CCTV ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും പോലീസിന് വ്യക്തമായിട്ടുണ്ട്. കാറിൽ തിരികെ വണ്ടായിലെ വീട്ടിലേക്ക് പോകുന്നതിനിടെ സാമൂഹിക മാധ്യമ ഗ്രൂപ്പിൽ ഭാര്യയെ കൊന്നെന്നും താൻ ജീവിച്ചിരിക്കില്ലെന്നും കൃഷ്ണകുമാർ ശബ്ദ സന്ദേശം അയച്ചു. ഇത് കണ്ട സമീപവാസികളാണ് വിവരം സുളൂർ പോലീസിനെ അറിയിച്ചത്. ഇതിനു മുൻപും കലഞ്ഞൂർ പാടം എരുത്തോപ്പുഴയിലുണ്ടായ ഇരട്ട കൊലപാതകവും നാടിനെ നടുക്കിയിട്ടുണ്ടായിരുന്നു. അവിടെയും ഭാര്യയോടുള്ള സംശയം തന്നെയാണ് യുവാവിനെ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണമായി പോലീസ് പറയുന്നത്. ഈ കുടുംബത്തിലും ചില തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നതായും പോലീസ് പറയുന്നുണ്ട്. കുട്ടികളുടെ അച്ഛൻ ബൈജു അമ്മ വൈഷ്ണയും തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്നാണ് വൈഷ്ണ സമീപത്തെ വിഷ്ണുവിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നത്. പിന്നീടാണ് ബൈജുവിന്റെ കയ്യിലിരുന്ന വെട്ടുകത്തിയിൽ 2 ജീവനുകൾ ഇല്ലാതായത്. ഈ പറയുന്ന ബൈജുവും വിഷ്ണുവും ചെറുപ്പം മുതൽ തന്നെ ഉറ്റ സുഹൃത്തുക്കളാണ്. പിന്നീടാണ് തന്റെ ഭാര്യയുമായി ഈ പറയുന്ന അയൽപ്പക്കത്തുള്ള തന്റെ കൂട്ടുകാരന് ചില ബന്ധങ്ങളുണ്ട്, അവിഹിത ബന്ധങ്ങളുണ്ട് എന്നൊക്കെയുള്ള സംശയമാണ് ഒടുവിൽ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഇവിടെ വേദനിക്കുന്ന ഓർമ്മകളായി കണ്ണീർ കാഴ്ചകളായി മാറുന്നത് 2 കുഞ്ഞുങ്ങളുടെ ജീവിതമാണ്. പാലക്കാട് നടന്ന സംഭവം അവിടെയും 2 പെൺമക്കളാണ് അനാഥരായിരിക്കുന്നത്. അവരുടെ ഭാവി എന്താണ്? ഒരിടത്ത് അവരുടെ അച്ഛനും അമ്മയും മരിച്ചു, ഇവിടെ അമ്മ മരിച്ചു, അച്ഛൻ ഇനി ജയിലിലാണ്. ഈ കുട്ടികളുടെ ഭാവി ഇനി എന്താകും? ഇവരെല്ലാം ജയിലിലാകുമ്പോഴും തണലറ്റു പോകുന്നത് ഈ കുഞ്ഞുങ്ങളുടെ സംരക്ഷണവും ഭാവി ജീവിതവുമാണ്.